നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ പറയുന്ന പ്രോഗ്രാമാണിത്. എന്നും പറയാം, വാഹനം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം, സർവീസ് നല്ലതാണെങ്കിൽ അങ്ങനെ പറയാം, മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ള അവസരമുണ്ട്. സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് വാഹനങ്ങളെപ്പറ്റി പറയാൻ ഒരു വേദിയില്ല. അതാണ് ഞാൻ ഈ റാപ്പിഡ് ഫയർ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ്. റോഡ്മേറ്റ് എന്ന ആപ്പ് വാഹന സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയായാലും വാഹന സംബന്ധമായ എല്ലാ സർവീസുകളും ഈ ഒരു ആപ്പിലൂടെ ലഭ്യമാണ്. ഇപ്പോൾ വാഹനം കഴുകുന്നത് തൊട്ട് പെയിൻറ്റിങ് എന്ത് കാര്യങ്ങളും 50-ലധികം സർവീസുകൾ ഈ ഒരു റോഡ്മേറ്റ് എന്ന ആപ്പിലുണ്ട്. 10,000-ലധികം സർവീസ് പ്രൊവൈഡേഴ്സുമുണ്ട് റോഡ്മേറ്റിൻ്റെ കീഴിൽ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി വേണമെങ്കിൽ എടുക്കാം. അതായത് റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ ആ നാട്ടിലെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗത്തിനുള്ള അവസരമാണ്. അപ്പോൾ എങ്ങനെയാണ് റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കുക, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ കസ്റ്റമർ ആരാണെന്ന് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ റാപ്പിഡ് ഫയറിൽ കാണാൻ പോകുന്ന ഒരു ഹോണ്ട സിറ്റിയുടെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് വലിയ കുറ്റമൊന്നും കേൾക്കാനുള്ള സാധ്യതയില്ല. സാധാരണ ഇതിൽ നമ്മൾ ഈ റാപ്പിഡ് ഫയർ ചെയ്യുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന കുറേ കുറ്റങ്ങളൊക്കെ പറയുമെന്നാണ്. എങ്കിൽ മാത്രമാണല്ലോ ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യം കുറ്റം കേൾക്കാനാണല്ലോ. പക്ഷേ എനിക്ക് ഉറപ്പാണ് വലിയ കുറ്റമൊന്നുമില്ല എന്നല്ലേ? അതെ, കുറ്റമില്ലല്ലോ. അപ്പോൾ നമസ്കാരം. പേര്? നമസ്കാരം സാർ, എൻ്റെ പേര് രൺദീപ് എന്നാണ്. രൺദീപ്. എന്ത് ചെയ്യുന്നത്? ഞാൻ ലൂക്കർ ഇലക്ട്രിക് ടെക്നോളജീസിൻ്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. ലൂക്കർ. നമ്മുടെ ഇതിനു മുമ്പ് ഒരാൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ലൂക്കറിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര കാലമായി ഹോണ്ട സിറ്റി എടുത്തിട്ട്? ഞാനിപ്പോൾ ഇത് 7 വർഷമായി. 7 വർഷം. ശരി. ഏത് മോഡൽ? 2017 ജനുവരി. ശരി. മാനുവൽ ഓട്ടോമാറ്റിക്കോ? ഇത് മാനുവൽ പെട്രോളാണ്. പെട്രോൾ. 1,43,000 കിലോമീറ്റർ ആണല്ലേ? ശരി. അപ്പോൾ കാര്യമായ രീതിയിൽ ഓട്ടം ഉണ്ട്. അതെ, ജോലി സംബന്ധമായും അല്ലാതെ എനിക്ക് പേഴ്സണലിയും ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഹോം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്ര ഓട്ടമുള്ളപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യാറുള്ള ഡീസലാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് എന്ത് ഇതിലേക്ക് പോയത്? ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സാൻഡ്രോ സിംഗ് ആണ് പെട്രോൾ. അപ്പം ഈ വണ്ടി എടുത്തതിന് പിന്നിലും രസകരമായൊരു സംഭവമുണ്ട്. കാരണം ഞാൻ വണ്ടി മാറ്റണമെന്ന് ഉദ്ദേശിച്ച് ഇരുന്നതല്ല. അപ്പോൾ ഞാൻ സുഹൃത്തിൻ്റെ കൂടെ ടെസ്റ്റ് ഡ്രൈവിന് പോയതാണ്. അപ്പോൾ അന്ന് സാൻഡ്രോ സിംഗ് ആക്ച്വലി 5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പം ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ ഈ വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹോണ്ടയുടെ എഞ്ചിൻ പെട്രോളാണ് കുറച്ചുകൂടി നല്ലതെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. കൂടുതൽ ഓട്ടം ഉണ്ടെങ്കിലും എനിക്ക് പെട്രോൾ ഒരു സിറ്റിയിലൊക്കെ ഒരു 14 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈവേയിൽ ഒരു 17-18 ഒക്കെ കിട്ടുന്നു. 14 സിറ്റി കിട്ടുന്നുണ്ട്. ശരി. സാൻഡ്രോയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായുടെ ആ കാലത്തെ പെട്രോൾ എഞ്ചിനുകൾക്ക് മൈലേജ് വളരെ കുറവായിരുന്നു അല്ലേ? പക്ഷേ ഓടിക്കാൻ രസമായിരുന്നു, അതൊക്കെ ഉണ്ടെങ്കിലും കുറവായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു മൈലേജ് കണ്ടിട്ടാണോ എടുത്തത്? എന്തായിരുന്നു ഡ്രൈവിംഗ് കംഫർട്ടും? പിന്നെ ഞാനൊരു ഹൈറ്റ് കൂടിയ ഒരാളാണ്. ഞാൻ നേരത്തെ പറയായിരുന്നു ഇങ്ങനെ നോക്കുകയാണല്ലോ ഞാൻ അവതരിപ്പിക്കാൻ പരിപാടി. അപ്പോൾ ആ സിറ്റിംഗ് കംഫർട്ടും ഡ്രൈവിംഗ് ഒക്കെ ഒരുപാട്, മാത്രമല്ല ഞാൻ സീറ്റ് ഒരുപാട് ബാക്കിലിട്ട് ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ലൊരു ലെഗ് റൂമും ഇതും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പം ഒരു നല്ലൊരു ഫാമിലി വെക്കാണ്. പിന്നെ പതിഞ്ഞ് ഓടുന്ന ഒരു വണ്ടിയാണ്. അപ്പം അത് ഒരുപാട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഡ്രൈവിംഗ് ഒരു കംഫർട്ട് തന്നെയാണ് പറയാം. തീർച്ചയായിട്ടും. മാത്രമല്ല ട്രാവലിംഗ് കംഫർട്ടും ഒരുപാട് കൂടുതലാണ്. പിന്നെ ഈ ഒരു മോഡൽ കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടികൾക്ക് ഇത്ര ഒരു ചെറിയൊരു വലിപ്പക്കുറവുണ്ടായിരുന്നു. ഇത്രയും ഒരു ബ്രോഡ് വണ്ടിയല്ല. അപ്പം ഈ ഒരു മോഡൽ ഭയങ്കര സക്സസ് ആയ ഒരു മോഡലാണ്. അപ്പോൾ ഇത്രയും കാലം ഓടിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന കാര്യം സർവീസിനെ പറ്റിയാണ് അല്ലേ? പല സർവീസുകൾ കഴിഞ്ഞു. എത്രത്തോളം ഉണ്ട് സർവീസ് കോസ്റ്റ്? സർവീസ് കോസ്റ്റ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല സാർ. പക്ഷേ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ 2-3 പ്രമുഖ ബ്രാൻഡുകളടുത്ത് സർവീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടും നന്നായിട്ടൊക്കെ എനിക്ക് കോയമ്പത്തൂർ ആക്ച്വലി സർവീസ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു സർവീസ് പ്രൊവൈഡർ. അപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ഇപ്പോൾ ജോലി സംബന്ധമായി കോയമ്പത്തൂരൊക്കെ അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ കോയമ്പത്തൂർ പോകുമ്പോൾ ആ സർവീസിൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ അവിടെ കൊടുത്ത് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടും കുറച്ചുകൂടി ലേബർ കോസ്റ്റ് കുറവാണ്. അവരുടെ ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്താണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇപ്പോൾ എന്തായാലും 7 വർഷമായ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പല കുറവുകളുണ്ട് അല്ലേ? പുതിയ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കുറവുണ്ട്. എന്താണ് പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇല്ലാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്ന ഒരു സംഭവം? എല്ലാവരും ഹോണ്ട സിറ്റിയിൽ പറയുന്ന ഒരു സംഭവം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടത്. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ചെറിയൊരു ഹമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഇത് ചെയ്യണം. പിന്നെ കയറാനിറങ്ങാവും, എസ്പെഷ്യലി പ്രായമായവർക്ക് കയറാനിറങ്ങാനൊക്കെ ഇപ്പോൾ അച്ഛനമ്മയ്ക്കായാലും ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ. അതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ രൺദീപിൻ്റെ ഈ പൊക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പറ്റിയ SUV ആണ് അല്ലേ? അപ്പോൾ ഒരു SUV-യിലേക്ക് മനസ്സെത്തിയിട്ടുണ്ടോ? ആക്ച്വലി ഇതിപ്പോൾ മാറാനുള്ള ഒരു ഇതും തോന്നിയിട്ടില്ല സത്യം. അത്രയും ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും മാക്സിമം ഇത് കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. എന്നാൽ മാറണം എന്ന് ക്രെറ്റയുടെ EV ഇറങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതപ്പോൾ ഈ വർഷം അവസാനം തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇത്ര അധികം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് EV ഇപ്പോൾ പറ്റുന്ന ഒരു സമയമാണോ? അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു EV സജ്ജീകരണങ്ങളും ചാർജിങ് പോയിന്റ്സും പിന്നെ കുറേ ക്ലാരിറ്റി കുറവുണ്ട് ഇതിൻ്റെ. ഇനിയിപ്പോൾ ലോങ് ടേമിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് കിട്ടിയിട്ട് വേണം ഇനി മാറുന്നതിനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പലരും പറഞ്ഞത് ഇത് തന്നെയാണ്, ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി എന്താണ്, എന്തിലേക്കാണ് ഇത് എത്തുന്നതെന്നൊരു സംശയത്തിൽ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഇപ്പോൾ രൺദീപും പറഞ്ഞത്.
അപ്പോൾ എങ്കിലും ഏറ്റവും പുതുതായിട്ട് ഇപ്പം ഇലക്ട്രിക്കിൻ്റെ കാര്യം പറഞ്ഞു കറക്റ്റാ. അങ്ങനെ അല്ലാതെ അടുത്ത കാലത്ത് കണ്ണിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വണ്ടി ഏതെങ്കിലും ഒരു മോഡൽ? XUV 700 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു, കാണാനും അതിൻ്റെ റോഡ് പ്രസൻസും പിന്നെ യൂസ് ചെയ്ത ഒരുപാട് ആൾക്കാർ അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളെ പറ്റിയും മൈലേജും കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ XUV 700 ഭയങ്കര നല്ലൊരു വണ്ടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെന്തെങ്കിലും പറ്റിയൊരു വണ്ടിയാണ്, ഹൈറ്റൊക്കെ വെച്ചിട്ട് ഏറ്റവും പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ എന്താ പറയുന്നത്, ഈ ഹൈവേയിലൊക്കെ പോകുമ്പോഴാണ് സേഫ്റ്റിയുടെ കാര്യത്തിലും SUV-കൾ കുറച്ചുകൂടി ഒരു മുന്നിൽ നിൽക്കുന്ന സംഭവമായിരിക്കും. അപ്പോൾ ഇത്ര യാത്ര ചെയ്യുന്ന ആളോട് മറ്റു കാര്യം ചോദിക്കട്ടെ, ഞാനത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ നമ്മളിപ്പോൾ ഏറ്റവും നല്ല ഹൈവേകളൊക്കെ രാജ്യത്ത് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്ന സാധനം കീപ്പ് ചെയ്യാറുണ്ടോ? നമ്മുടെ നാട്ടിൽ ആക്ച്വലി അതിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചു പോയാലും ബാക്കിയുള്ളവരപ്പം ലൈൻ ട്രാഫിക്കും കാര്യങ്ങൾ മാക്സിമം പാലിച്ച് തന്നെയാണ് പോകാൻ നോക്കാറ്. പക്ഷെ ചില സമയത്ത് അതിന് സാധിക്കാറില്ല. എങ്കിലും എത്രത്തോളം ദൂരമൊക്കെ പോകാറുണ്ട്? ഇപ്പോൾ കൊച്ചി നോക്കുകയാണെങ്കിൽ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് കേരള അപ്പ് ആൻഡ് ഡൗൺ ഇല്ല, ഇപ്പോൾ കാലിക്കറ്റ് ആയാലും ട്രിവാൻഡ്രം ആയാലും ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഒരു മാസം എങ്ങനെ പോലെ 2-3 പ്രാവശ്യമൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ വൺസ് ഇൻ ഒരു 2 months തമിഴ്നാടും ഒക്കെ പോകുന്ന. ഈ ഇന്ത്യയുടെ മുഴുവൻ ചാർജ് ആണോ രഞ്ജീവിന്? അതെ, എല്ലാ ബ്രാഞ്ചിൻ്റെ ഒരു മാർക്കറ്റിംഗ് ചാർജ് ആയിട്ടാണ്. അപ്പം പരസ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ബ്രാൻഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഓൾ ഇന്ത്യ തന്നെ പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യാറുണ്ടല്ലോ, എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? ഒബ്വിയസ്ലി ട്രാഫിക് കൂടുതലാണ്, പക്ഷേ കുറച്ചുകൂടി റോഡ് നിയമങ്ങൾ പാലിച്ച് ഓടിക്കുന്ന സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഇച്ചിരി കൂടി റാഷ് ഡ്രൈവിംഗ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിട്ടില്ല എങ്കിൽ പോലും റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. ഇത്തിരി കൂടി റാഷ് ഡ്രൈവിംഗ്, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഈവൻ റെഡ് സിഗ്നലിൽ കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഹോണിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. അപ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. അതെ, ശരിയാണ്. പ്രത്യേകം തമിഴ്നാട് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനത് കണ്ടു. ഞാൻ വെളുപ്പിന് എയർപോർട്ടിൽ നിന്ന് വരുമായിരുന്നു, ഒരു വണ്ടികളും ഇല്ല, എറണാകുളത്താണ്. അപ്പം എങ്കിൽ പോലും മലയാളികളുടെ വണ്ടികളെല്ലാം റെഡ് ലൈറ്റ് നിർത്തിയിട്ടിരിക്കുക വെളുപ്പിന് 3 മണിക്കാണ്. അപ്പോൾ ഒരു തമിഴ് ലോറി അതൊന്നും നോക്കാതെ അങ്ങ് കടന്നങ്ങ് പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറകെ പോയി പിടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അവൻ ഇടയ്ക്ക് എവിടെ തിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൂടെ ചെന്നിട്ട് ഒന്ന് പടം എടുത്ത് RTOക്ക് അയച്ചു കൊടുത്തേനെ. അത് ശരിക്കും മലയാളികൾ കൃത്യമായിട്ട് ഈ റെഡ് ലൈറ്റ് ഒക്കെ പാലിക്കാറുണ്ട്. ചിലർ എക്സെപ്ഷൻ ഇല്ലെന്നല്ലെങ്കിൽ പോലും. അപ്പോൾ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ, കുറ്റമൊന്നും പറയാത്ത ഒരാളാണ്. പക്ഷേ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞത് കേരളത്തിനേക്കാളും കുറച്ചുകൂടി സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി മികച്ചു നിൽക്കുന്നത് തമിഴ്നാടാണെന്നുള്ള കാര്യമാണ്. എന്താണ് നമ്മുടെ ഇവിടുത്തെ ഡീലേഴ്സ് ഒന്ന് പരിശോധിക്കുക എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഒരു SUV കൂടെ വന്നത് കണ്ടു കാണുള്ളൂ അല്ലേ, എലിവേറ്റർ. അത് ഓടിച്ച് നോക്കിയോ? ഇല്ല, ഓടിച്ച് നോക്കില്ല, പോയി കണ്ടു നോക്കിയിരുന്നു, പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അതും പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം ഏതാണ്ട് ഇതിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെയാണ് അതിന്. പക്ഷേ ഒരു SUV ആണ്, കുറച്ചുകൂടി ഹൈറ്റൊക്കെ ഉള്ള ഒരു SUV ആണ് എന്നുള്ളത് കുറച്ചുകൂടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്ര യാത്ര ചെയ്താൽ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ റോഡ് മേറ്റ് എന്ന് പറയുന്ന ആപ്പ് തരുന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും 4 പ്രാവശ്യം വണ്ടി ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാനുള്ളൊരു അവസരമാണ് തരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓടിച്ച് കോയമ്പത്തൂർ ചെല്ലുമ്പോൾ വണ്ടിയൊക്കെ ചെളിയാണെങ്കിൽ റോഡ് മേറ്റുമായിട്ട് ടൈപ്പുള്ള ഏതെങ്കിലും ഒരു വാഷിംഗ് സെൻറ്റർ അവിടെ ഉണ്ടാവും. അവിടെ ചെന്നാൽ മതി, നമ്മളൊരു കൂപ്പൺ തരും. അത് റെഡീം ചെയ്താൽ അവിടെ ചെന്നാൽ ഫ്രീ ആയിട്ട് വാഹനം വാഷ് ചെയ്തു. അങ്ങനെ വർഷത്തിൽ 4 പ്രാവശ്യം. അപ്പോൾ ആ കൂപ്പൺ ഞാൻ ഡിജിറ്റൽ ആയിട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് കറ്റ EV-മായിട്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അകാലത്തിൽ നിര്യാതനായ ഒരു വാഹനത്തിൻ്റെ ഉടമയാണ്. അതായത് വളരെ ഗംഭീരമായ ഒരു മോഡലായിരുന്നെങ്കിലും കുറേ കാലം ഉണ്ടായിരുന്നില്ല. ഇത് മുൻഭാഗം കാണുമ്പോൾ നിങ്ങളായിരിക്കും ഇത് പോളോ കാണുന്നതല്ല, ഇത് അമിയോയാണ്. അമിയോയുടെ ഡീസൽ DSC ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. വളരെ കുറച്ച് കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് അധികകാലം കഴിയുന്നതിന് മുമ്പ് അവരങ്ങ് പ്രൊഡക്ഷൻ നിർത്തി അല്ലേ. അപ്പോൾ പേര് ആഷിഖ്. എന്ത് ആഷിഖ്? ഞാനും ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഇതെന്താണ് ഇദ്ദേഹത്തിന് തമിഴ്നാട് മുഖം കിട്ടിയത്? ചേട്ടാ, ഞാൻ ചെന്നൈയിലാണ് ജനിച്ചത് തൊട്ട് എൻ്റെ ഫുൾ ലൈഫ് ചെന്നൈയിലായിരുന്നു. ഞാനൊരു 2 വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ശരി. അപ്പോൾ ഇത് ഏത് മോഡലാണ്? ഇത് ആമിയോ ഹൈലൈൻ 1.5 DSG. ടോപ്പ് ആൻഡ് DSG. ഏത് വർഷം വാങ്ങിച്ചത്? 2017. അപ്പോൾ 6 വർഷമായി 6 വർഷമായി അല്ലേ? എന്താണ് ഇത് മുഖത്തിന് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഞാൻ ഈ വണ്ടിയെ പറ്റി ചോദിക്കുമ്പോൾ അതിന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണെന്നല്ലേ? അതെ, എനിക്ക് ഐ ജസ്റ്റ് ഫീൽ ഇറ്റ്സ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അറിയ പോലും ആമിയോ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടോ ഇല്ലെന്ന്. സേതർ പോളോ വെൻറ്റോ. അപ്പം അന്ന് എനിക്ക് ആ ബഡ്ജറ്റിൽ 10 lakhs ആയിരുന്നു എൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ അന്നുണ്ടായിരുന്നത് ഡീസൽ AMTസും മാരുതിയുടെ, പിന്നെ വേണേറെ 4-speed ടോക്ക് കൺവേർട്ടറാണ്. അതെന്തായാലും പറ്റില്ല. അപ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് ഐഡിയലി പോളോ ആയിരുന്നു എനിക്ക് വേണ്ട, ചെറിയ കാറ് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് പേപ്പറിൽ ആഡ് വന്നത്. അങ്ങനെ ആമിയോ 1.5 DSC വരുന്നു. അപ്പോൾ സബ് 4 മീറ്റർ ആയതുകൊണ്ട് ടാക്സ് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ആ പ്രൈസിങ് കറക്റ്റായിട്ട് വന്നു. എത്ര രൂപ കിട്ടിയെന്ന്? 10.5 അങ്ങനെ കിട്ടി. എനിക്ക് നല്ല
ഒരു ഓഫറിലാണ് തന്നത്. പക്ഷേ ഈ വണ്ടി അധികം മൂവിങ്ങും അല്ലേ. ഇതിന് സംഭവം എന്താ സംഭവിച്ചു പോകുന്ന വെച്ചാൽ എനിക്ക് മനസ്സിലാച്ചാൽ എല്ലാവരുടെയും വിചാരം പോളോയുടെ സെഡാൻ എന്ന് പറയുന്നത് വെൻഡോ ആണെന്നായിരുന്നു. പക്ഷേ ശരിക്കും പോളോയുടെ സെഡാൻ ഇതാണ് വന്നത്. കാരണം വെൻഡോ കുറച്ചുകൂടെ വലിയ വാഹനമാണ്. ഇത് ശരിക്കും കൃത്യമായും പോളോയ്ക്ക് ഒരു ബൂട്ട് എടുത്ത് വെച്ച ഒരു വാഹനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആകെ കൺഫ്യൂസിങ് ആയിരുന്നു ജനങ്ങൾക്ക്. ഡിസൈൻ പോളറൈസിംഗ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ വണ്ടി എൻജിൻ ട്രാൻസ്മിഷൻ അതെ. അപ്പോൾ അത് ഡീസലിൻ്റെ DSG എന്ന് പറയുന്നത് അത്രയും ടോപ്പ് വാഹനങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫോക്സ്വാഗണിൻ്റെ ഒക്കെ. ഇങ്ങനെ ഒരു വാഹനത്തിലേക്ക് വന്നു എന്നുള്ള ജനം മനസ്സിലാക്കിയിട്ട് പോലുമില്ല. മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും സംഭവം നിർത്തുകയും ചെയ്തു അല്ലേ. എന്ത് കിട്ടുന്നുണ്ട് മൈലേജ് ഡീസൽ? എനിക്ക് സിറ്റിയിൽ അറൗണ്ട് ലൈക്ക് 12-13 വരുന്നുണ്ട്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ. ലോങ്ങിൽ എനിക്ക് നന്നായി ഇപ്പം നന്നായി നമ്മൾ വല്ലാണ്ട് പുഷ് ചെയ്തില്ലെങ്കിൽ വിക്കറ്റ് അറൗണ്ട് ലൈക്ക് 19-20 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്നൈ കൊച്ചി മിക്കതും ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് ഈ വാഹനത്തെ പറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാറ്? ഇൻസെയിൻ ബിൽഡ് ക്വാളിറ്റി. അത് ഇന്നിപ്പോൾ ഐ ഡോണ്ട് നോ, ഇപ്പോൾ ഞാൻ വേർച്വസ് ഒക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിലാണ് കൂടുതൽ. ഓരോ ജനറേഷൻ വരുമ്പോഴും ഐ ജസ്റ്റ് ഫീൽ ഒന്ന് ബിൽഡ് ക്വാളിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു 1.2 TSI ഉണ്ട്, അത് ഫസ്റ്റ് ബാച്ചിൽ വന്ന്. അപ്പോൾ അതിന് ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇരുമ്പിൻ്റെ വില കൂടുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടുകയും അതനുസരിച്ച് വില കുറയുകയും കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 1.5 ഡീസലും പിന്നെ DQ200 ആണ്. അതിൻ്റെ കോമ്പിനേഷൻ ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ. ഫസ്റ്റ് സെക്കൻഡിൽ ചെറിയ ലാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ചെറിയ ലാഗ്, പക്ഷെ അത് പാർട്ട് ഓഫ് ദ കാറിൻ്റെ ക്യാരക്ടറാണ്. അതങ്ങനെ എന്താണ് ഇതിൻ്റെ അത് ഇല്ലാതെ പോയ ഒരു ഫീച്ചറായിട്ട് തോന്നാറുള്ള എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ? എനിക്ക് അങ്ങനെ ഇല്ല. ഇപ്പം എനിക്ക് കുറച്ചും കൂടി എൻജിനിൽ റിഫൈൻമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഡീസൽ ക്യാരക്ടർ ശരിക്കും നമുക്ക് അത് ടിപ്പിക്കൽ ഫോക്സ്വാഗൺ കുറച്ചും കൂടി എൻജിൻ സൗണ്ട് ഇൻസുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ. ബട്ട് റെസ്റ്റ് ഓഫ് ദ കാർ ഇസ് വെരി മച്ച് ഇൻസുലേറ്റഡ്. പക്ഷേ എനിക്കിത് മാത്രമേ പിന്നെ ഇപ്പോൾ അന്നിപ്പോൾ ആപ്പിൾ കാർപ്ലേ ഒന്നുമില്ല, അതില്ല. അങ്ങനത്തെ കുറച്ച് അതിപ്പോൾ ആഡ് ഓൺ ചെയ്യാം. പക്ഷേ ഇപ്പോൾ അത് മാത്രമൊക്കെ ഉള്ളൂ. പിന്നെ ABS സെൻസർ പോവും. അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയേണ്ടത് സർവീസാണ്. കാരണം ഫോക്സ്വാഗണിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ എടുത്ത സമയത്ത് ഇപ്പം പക്ഷേ ഒത്തിരി മാറ്റം വന്നെങ്കിൽ പോലും അന്നൊക്കെ ശരിക്കും ഒരു പേടിയില്ലായിരുന്നു ഫോക്സ്വാഗണിൻ്റെ സർവീസിനെ പറ്റി? നല്ല പേടിയുണ്ടായിരുന്നു. എസ്പെഷ്യലി DQ200 എന്ന് ഞാൻ ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ടീം BHPയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നതിനേക്കാളും മുമ്പ് ഒരു യൂസർ ഒരു പോസ്റ്റ് ഇട്ടു, ഗൈഡ് ലൈൻസ് ഫോർ ബൈയിങ് DQ200 എന്ന് പറഞ്ഞിട്ട്. ഐ മീൻ ഈ ഡ്രൈ ക്ലച്ച്. അപ്പം ഞാൻ ഇതുവരെ 6 വർഷം 7 വർഷമായി ഇതുവരെ ഞാൻ ഒരു സ്റ്റോപ്പിലും ഡ്രൈവിലിട്ട് നിർത്തിയിട്ടില്ല. എല്ലാം ന്യൂട്രലിലേക്ക് മാറ്റിയിടും. അത്രയ്ക്കും അത് പിന്നെ അത്രയ്ക്കും ഞാൻ അതിൻ്റെ പാർട്ട് ഓഫ് ഏത് വണ്ടി എടുത്താലും ഇപ്പോൾ ന്യൂട്രലിലേക്ക് ഡീന്ന് എന്നിലേക്കിടും. അപ്പോൾ അത് ഞാൻ ഇത്രയും കെയർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി വേറെ ആർക്കും കൊടുക്കില്ല. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു വാറണ്ടി കഴിഞ്ഞു. ഇപ്പോൾ അത് 5 ഇയേഴ്സോളം കഴിഞ്ഞു. 5 ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ഇത് ആദ്യകാലത്ത് ഇത് മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത് ഓടിച്ചപ്പോൾ എനിക്ക് എടുക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് അതിനകത്തൊരു ചെറിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സീറ്റിൽ സ്പേസ് കുറവാണെന്നുള്ളത്. കാരണം പോളോ തന്നെയാണ്, അതായത് ഏറ്റവും ബാക്കിൽ ബൂട്ട് വരെ പോളോ തന്നെയാണ്. ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് വൈകിട്ട്. പക്ഷേ എടുക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ റിക്വയർമെൻറ്റ്സ് അന്ന് മാക്സിമം 2-3 പേരേ ഇരിക്കുള്ളൂ എന്നുള്ളൊരു, മാക്സിമം 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു. അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തത്. പിന്നെ പോളോ എനിക്ക് വേണ്ടത് പോളോ ആയിരുന്നു, പക്ഷേ ഇതായിരുന്നു വന്നത്. ബട്ട് ഇറ്റ്സ് എ ട്രേഡ് ഓഫ് അല്ലേ. അപ്പോൾ എങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞു, ഇനി എന്ത്? എനിക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. ഇതിന് റീപ്ലേസ്മെന്റ് ഇല്ല, എങ്കിലും ഒരു മാറ്റം ആവശ്യമായി വരുമല്ലോ. അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യൂസ്ഡ് കാർസ് ഞാൻ എല്ലാ വണ്ടിയും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് F30 പഴയ 320D F30 അത് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രൈസ് ഇപ്പോൾ നന്നായി കുറഞ്ഞു. പക്ഷേ എഗെയിൻ റിഷ്യൂണിൽ എൻ്റെ ഡെയിലി ഡ്രൈവിങ് കാറായിരിക്കും. പക്ഷെ അത് എത്ര പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. അപ്പോൾ പിന്നെയുള്ള പുതിയ സോനറ്റ് എനിക്ക് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തോന്നി. എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ഒന്നും. പക്ഷേ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി ഒന്നും അല്ല. അതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വാഹനം ഇത്രയും കാലം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ജാപ്പനീസ് കുറേ വണ്ടിയൊക്കെ ഓടിച്ചാലും ബിൽ ക്വാളിറ്റി കുറവാന്ന് തോന്നും. അതിനിപ്പം ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഡീസൽ ഓട്ടോമാറ്റിക്കിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോഴും ഹ്യുണ്ടായി കിയേ ഉള്ളൂ ചെറിയ വാഹനങ്ങളിൽ. എനിക്കിപ്പോഴും ഡൈസ് ചെയ്യാൻ പറ്റുന്നില്ല ടർബോ പെട്രോൾസ് ഒന്നും. പ്രത്യേകിച്ച് മൈലേജിൻ്റെ കാര്യം ഒരിക്കലും ഈ ഒരു മൈലേജ് കിട്ടില്ല. എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന പോലെ എഞ്ചിൻ്റെ ഫുൾ കപ്പാസിറ്റി അങ്ങനെയാണ്. സത്യമാണല്ലോ, ഈ 3 സിലിണ്ടർ എഞ്ചിനൊക്കെ ആണല്ലോ ഇപ്പോൾ അധികം ടർബോ പെട്രോളൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്രീമിയം സെക്കൻഡ് ഹാൻഡിലേക്കായിരിക്കാം ഇനി പോകാനുള്ള സാധ്യത. ഇല്ല, എനിക്കറിയില്ല ബിക്കോസ്
ഇത് എത്ര പ്രാക്ടിക്കലാന്ന് ഡെയിലി ഡ്രൈവ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാവില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വിൽക്കാതെ വേണം ഇനി വാങ്ങിക്കാൻ. കാരണം ഇത് കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിക്കുക. ബഡ്ജറ്റ് കാരണം ഇത് പോയാൽ പോയി, ഇനിയിപ്പം ഇങ്ങനെ ഒരു സാധനം കിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമുണ്ട്. ഫോക്സ്വാഗൻ പക്ഷേ ഇത് എനിക്ക് ഇപ്പോഴും വിഷമമുള്ളത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി പോയി. ആർക്കും അറിയില്ല. അതെ, ചില വണ്ടികൾ അങ്ങനെയുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ നിന്ന് പോയ പല വണ്ടികളുണ്ട്. കാര്യം മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും കൊള്ളാമല്ലോ എന്ന് തോന്നി വരുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ നിന്ന് ഒത്തിരി വണ്ടികൾ അതിൽ ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ എന്തായാലും നമ്മളിനി കാണുമ്പോൾ മറ്റൊരു വണ്ടിയായിട്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അതായത് വർഷത്തിൽ 4 പ്രാവശ്യം ഈ വണ്ടി ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് കൂപ്പണാണ്. അത് റെഡീം ചെയ്താൽ മതി. അത് സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും വാഹനം ഇപ്പം ചെളിയൊക്കെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ റോഡ്മേറ്റുമായിട്ട് ടൈപ്പുള്ള ഏതെങ്കിലും വാഷിംഗ് സെൻറ്റർ ഉണ്ടാവും, അവിടെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂപ്പൺ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു വൈജേട്ടാ. താങ്ക് യു. അടുത്ത കാലത്ത് ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു വാഹനം അതാണ് ടൊയോട്ട ഹൈറൈഡർ. ഇപ്പോഴും 1 വർഷത്തിലധികം ബുക്കിംഗ് പീരീഡ് ഉണ്ട് ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിന്. അങ്ങനെയുള്ള ഹൈറൈഡർ ലഭിച്ച അല്ലെങ്കിൽ വാങ്ങിച്ചൊരു ഭാഗ്യവാനാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. ഹലോ, പേര്? ഹരീഷ്. ഹരീഷ്, എന്ത് ചെയ്യുന്നത് ഹരീഷ്? ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ഹോട്ടല്, റെസ്റ്റോറൻറ്റ് അങ്ങനെ. ശരി. എവിടെ എറണാകുളത്ത്? ഇവിടെ ഏതാണ് മെയിനായിട്ട്? ഹോട്ടൽ ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റേ വാര്യം റോഡിൽ. വാര്യം റോഡ്. ശരി. ഇവിടുത്തുകാർ തന്നെയാണോ? ഇവിടെ തന്നെ. ശരി. അപ്പോൾ ഈ അങ്ങനെ ബിസിനസ്സുകാരനൊക്കെ ആയതുകൊണ്ട് ധാരാളം ഓട്ടോ ഉണ്ടോ? ഞങ്ങൾക്ക് മൂന്നാർ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ മൂന്നാർ ക്ലൗഡ് വാലി എന്ന് പറയും. ക്ലൗഡ് വാലി അതെവിടെയാണ്? മൂന്നാർ ടൗണിൽ കയറുമ്പോൾ തന്നെ ആണല്ലേ? അപ്പോൾ അത് കാരണം അങ്ങനെ മൂന്നാറിലേക്ക് മൂന്നാർ സ്ഥിരമുണ്ട്. കൊച്ചി മൂന്നാർ. അപ്പോൾ ഇതിപ്പോൾ എത്ര കാലം എടുത്തിട്ട്? ഇതിപ്പോൾ എടുത്തിട്ട് ഒരു 2 മാസം 2-2.5 മാസം അത്രേ ഉള്ളൂ. അതിന് മുമ്പ് ഏതാ ഉപയോഗിച്ചിരുന്ന വാഹനം? അതിന് മുമ്പ് ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സി ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് ചിന്തിക്കാൻ എന്താ കാരണം? ഹൈറൈഡർ ഞാൻ ഒന്ന് ഫാദർ ഭയങ്കര ടൊയോട്ട ഫാനാണ്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൊയോട്ട വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ടൊയോട്ട എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനെ ആദ്യം നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ക്ലാസ്സിൽ പിന്നെ ഒരുപാട് വലിയ വണ്ടി വേണ്ട. ലൈക്ക് ഇപ്പോൾ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓടുന്നുണ്ട്. പിന്നെ മൈലേജ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ ഒന്നാണ് ഇതിലേക്ക്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു ഹൈബ്രിഡ് വാഹനമാണല്ലോ. അപ്പോൾ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയെ പറ്റി എന്തെങ്കിലും ആശങ്ക ഒക്കെ തോന്നിയിട്ടുണ്ടോ? ആശങ്ക നേരത്തെ തോന്നിയിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. കുറേ കൂടെയൊക്കെ നന്നാവും. എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് ടെക്നോളജി ഒരു പ്ലഗ്-ഇൻ ഹൈബ്രിഡ് എനിക്ക് ഒരുപാട് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ഉപയോഗിക്കണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷേ പ്ലഗ്-ഇൻ ഹൈബ്രിഡിലേക്കൊന്നും ഇവിടെ അങ്ങനെ ഫീസിബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ വന്നിട്ടില്ല. സോ എന്താണ് ഇപ്പോൾ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം ഓടിച്ചപ്പോൾ തോന്നി ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും പറയാം? സ്ട്രോങ് ഹൈബ്രിഡ് ഒന്ന് ഇതിൽ ബാറ്ററി പാക്ക് വളരെ ചെറുതാണ്. ലൈക്ക് നമ്മൾ ബാറ്ററി ഇതിൽ മൊത്തം റീചാർജ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ബാറ്ററിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ മാക്സിമം പോകുള്ളൂ ബാറ്ററിയിൽ തന്നെ. അപ്പോൾ ആൻഡ് മൈലേജ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. ഈ കമ്പനി ഇപ്പോൾ പറയുന്ന മൈലേജിലും കൂടുതൽ കിട്ടും വേണമെങ്കിൽ. ഒരു ഐ മീൻ ക്ലോസ് ടു ഒരു 28-30 വരെയൊക്കെ വേണമെങ്കിൽ കിട്ടും. അത് ഓടിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ എത്ര മറ്റേ ആക്സിലറേറ്റർ കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ ഓടിക്കുന്നത് പോലെയാണ് അത് എക്സാക്ട്ലി ഇരിക്കുക. ഇത് 30 പോലെ ഇരിക്കും. ഇതേ ഡിസ്റ്റൻസ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 17-ലോ ഒരു 15-ലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും താഴേക്കും പോകും. കുറേ അത് ഓടിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ എത്ര കിട്ടുന്നുണ്ട് ഇപ്പോൾ ടൗണിൽ ഓടിക്കുമ്പോൾ? ടൗണിൽ ഓടിക്കുമ്പോൾ അഗൈൻ ഓടിക്കുന്ന ആൾ പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 22-23 ഒക്കെ എനിക്ക് കിട്ടും. ടൗണിൽ കിട്ടുന്നുണ്ട്. ടൗണിൽ 22-23 ഒക്കെ കിട്ടും. ശരി. അപ്പോൾ പക്ഷേ അതേസമയം എൻ്റെ വീട്ടിൽ തന്നെ മറ്റു പലരും ഓടിക്കുമ്പോൾ അവർ പറയും 17 കിട്ടുള്ളൂ 16 കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഈവൻ 17-16 പോലും കൂടുതലാണല്ലോ പെട്രോൾ വണ്ടി വലിപ്പമുള്ളൊരു വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ടൗണിലാണെന്നുണ്ടെങ്കിൽ തന്നെ മില്ലിക്ക് കുഴപ്പമില്ലാത്തൊരു സ്ട്രെച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 25 അബവ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയാറുണ്ട്? പലരും പറയാറുണ്ട് ഒരു വേണ്ടത്ര ചവിട്ടിയാൽ അങ്ങനെ കയറുന്നില്ല എന്നൊക്കെ. കയറുന്നില്ല. അതുകൊണ്ട് ഐ മീൻ ലൈക്ക് ഇതിൽ നമ്മളിപ്പോൾ എസ്പെഷ്യലി ഹിൽ സ്റ്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഹിൽ സ്റ്റേഷൻ ഓട്ടം ഒരുപാടില്ല. അപ്പോൾ എസ്പെഷ്യലി ഹിൽ സ്റ്റേഷൻ ഓടുമ്പോൾ നമ്മൾ അതിൻ്റെ പവർ മോഡ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഡ്രൈവർ ഫീൽ കിട്ടുള്ളൂ. അതിൽ പവർ മോഡ് 3 മോഡ് വരുന്നുണ്ട്. അതിൽ പവർ മോഡ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രൈവർ ഫീൽ കിട്ടുള്ളൂ. മൈലേജ് അവിടെ ചെറുതായിട്ട് കോംപ്രമൈസ്ഡ് ആണ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല.
എന്തെങ്കിലും ഒരു കാര്യം അഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി എന്തായിരിക്കും? ഇതിനകത്തിൽ അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്ലഗ് ഇൻ ആകണം അത് ദാറ്റ് വാസ് ആൻഡ് ദെൻ ഇതിനുള്ളിലാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ക്യാമറ 360 ക്യാമറയാണെന്നുണ്ടെങ്കിലും നല്ല യൂട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്, ആക്യുറസി നല്ലതാണ്. ബട്ട് അതിൻ്റെ ക്ലാരിറ്റി ഈസ് ഓൺ ദ ഡൗൺ സൈഡ്. റെസൊല്യൂഷനൊക്കെ കുറവാണ്. ക്ലാരിറ്റി ഈസ് ഓൺ ദ ഡൗൺ സൈഡ്. പിന്നെ ഇതിനകത്തിൽ പറയാനായിട്ട് ഇപ്പോൾ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ 1-2 കംപ്ലയിൻസ് അത് പറഞ്ഞിട്ട് അത് റിസോൾവ് ആയില്ലായിരുന്നു. അവരുടെ മൈക്കിന് കംപ്ലയിൻസ് ഉണ്ട്. കഴിഞ്ഞ സർവീസിൽ പറഞ്ഞിട്ട് റിസോൾവ് ആയില്ല. ഈ സർവീസിൽ ഒന്നും കൂടെ പറഞ്ഞു നോക്കാം എന്നുള്ളത്. ദെൻ പൊതുവെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളതാണ്. ആൻഡ് ബാറ്ററി പാക്ക് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് ഞാൻ കുറച്ചും കൂടെ ഒരു വലിയ ബാറ്ററി പാക്കാണ് പ്രതീക്ഷിച്ചത്. ബട്ട് കമ്പാരിറ്റീവ്ലി ഒരു ലെസർ സൈഡ് ബാറ്ററി. എത്ര രൂപയായി ഇത് ഓൺ റോഡ്? ഇത് 25.5 എന്നെടുത്ത്. അതിനുള്ള വർത്താണെന്ന് തോന്നുന്നുണ്ടോ? അതിനുള്ള ഓട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈൽ ലൈബ്രറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഓട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി അഡ്വൈസിന് വേണ്ടി പലരും വിളിക്കുക. ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് നല്ല ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പെട്രോൾ മോഡലിലേക്ക് പോകാം. അല്ലെങ്കിൽ ധാരാളം വേറെ ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഓട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം. സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ അതിൻ്റെ ഒരു റൈഡിങ് ഫീലും രസമാണ്. നമ്മൾ മിക്കപ്പോഴും ഭയങ്കര സൈലൻ്റ് ആണ്. അതായത് മിക്കപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി റീജനറേറ്റീവ് ആയിട്ടാണ് പോയി ബാറ്ററി ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാലും ബാറ്ററി അധികം ചാർജ് ആണ്. ബാറ്ററി ഡ്രെയിൻ ആയി കഴിഞ്ഞിട്ട് എൻജിൻ ഫുള്ളി ഓൺ ആയിട്ട് ഒരു വിത്തിൻ ഒരു ഇത്ര സെക്കൻഡ്സ് ബാറ്ററി മൊത്തം ചാർജ് ആവും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സിറ്റിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര സൈലൻ്റ് ആണ്. ബാറ്ററിയിൽ തന്നെയാണ് എടുത്ത് പോകുന്നത്. വണ്ടി ഭയങ്കര സൈലൻ്റ് ആണ്. ദാറ്റ്സ് എ ഗുഡ് ഫീൽ. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ട്. അതിന് എന്താണ് അഭിപ്രായം? അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടോ? അതിലേക്ക് എത്താൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കുറേ കൂടെ സെറ്റ് ആവണം. അല്ലെങ്കിൽ അത്ര പ്ലാൻഡ് ആയിരിക്കണം ട്രാവൽസ്. എനിക്ക് തോന്നുന്നു മൂന്നാറിലൊക്കെ ക്യൂ കിടക്കുന്നത് കാണാം. ഇപ്പോഴും വേണ്ടത്ര നമുക്കൊന്നും ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല. നമുക്കൊരു മേ ബി ഇനിയൊരു ഒരു തേർഡ് കാർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിക്കകത്തിലേക്ക് മാത്രം ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വിൽ ഗോ ഫോർ ഇലക്ട്രിക്. That's it. I think plug-in hybrid again is a very feasible thing for the market. അത് എന്തുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ടെക്നോളജി കുറച്ചുകൂടി കോസ്റ്റ്ലി ആണെന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് അതങ്ങനെ വരാത്തത്. അതേ ഉള്ളൂ. ഇപ്പോൾ വെളിയിലൊക്കെ ധാരാളം പ്ലഗ്-ഇൻ ഹൈബ്രിഡ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും സന്തോഷം. ഹൈറൈഡറിൻ്റെ ഒരു സന്തുഷ്ടനായ എന്താ പറയുക ഓണറിനാണ് കണ്ടത്. പക്ഷേ ചില കുറവുകളുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ഓട്ടം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് എന്ന് പറയുന്ന അങ്ങനെ മാരകമായൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്. കുറച്ച് ഒരു ലാഗൊക്കെ ഉള്ളൊരു പെർഫോമൻസ് ആണ്. പക്ഷേ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയർ സ്പേസ് ഉണ്ട് അല്ലേ? ഇന്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിൾ. പിന്നെ ടൊയോട്ടയുടെ വാഹനങ്ങളൊക്കെ എപ്പോഴും ഇത്തിരി വില കൂടുതലായിരിക്കും. അത് ഇതിനും ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ സർവീസിൻ്റെ കാര്യത്തിലായാലും റീസെയിൽ വാല്യൂ ആയാലും വളരെ മുന്നിലായിരിക്കും അല്ലേ? അത്തരം കാര്യങ്ങൾ വളരെ മുന്നിലായിരിക്കും. എന്തായാലും സർവീസ് കോസ്റ്റ് ചോദിക്കാൻ സമയമായിട്ടില്ല. 2 മാസമായിട്ടുള്ള എടുത്തിട്ട്. അതുകൊണ്ട് എന്തായാലും അത് മോശമാകാനുള്ള സാധ്യതയുമില്ല. സർവീസ് ചെയ്തെല്ലാം പ്രോപ്പറാണ്. പിന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അപ്പം എന്തായാലും വണ്ടി ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നത് ഞങ്ങളൊരു ഗിഫ്റ്റായിട്ടൊരു കാര്യം പറയാം. അതായത് വർഷത്തിൽ 4 പ്രാവശ്യം നമ്മൾ വണ്ടി ഫുൾ വാഷ് ചെയ്യാനുള്ള ഒരു ഫ്രീ കൂപ്പൺ തരുന്നുണ്ട്. അത് റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പാണ് നമുക്കത് തരുന്നത്. റോഡ്മേറ്റുമായിട്ട് ടൈപ്പുള്ള ഏത് വാഷിംഗ് സെൻറ്ററിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയും വാഹനം വർഷത്തിൽ 4 പ്രാവശ്യം സർവീസ് ചെയ്യാം. അപ്പോൾ ആ കൂപ്പൺ തരാം. അത് റെഡീം ചെയ്താൽ മതി. ഓക്കെ, അതിന് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം കേട്ടോ. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ആരെങ്കിലും മൂന്നാറിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഒന്നിനെ പറയാം, അതിൻ്റെ പേര് ക്ലൗഡ്സ് വാലി ഹോട്ടലിലേക്ക് ചെല്ലുക. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓണറിനെ കാണാൻ സാധിക്കും. താങ്ക് യു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു മാരുതി ബലേനോ ഓണറിനാണ്. എനിക്കിത് കാണുമ്പോൾ കുറച്ച് നൊസ്റ്റാൾജി ഉണ്ട്. കാരണം എൻ്റെ കയ്യിലും ഇതേ മോഡലുണ്ട്. അതായത് ആദ്യ കാലത്തെ ബലേനോ എൻ്റെ കയ്യിൽ ഇപ്പോഴും 8 വർഷത്തോളമായിട്ട് ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അതൊരു CVT ആണ്. പക്ഷേ ഇതൊരു മാനുവൽ മോഡലാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? ബിബിൻ. എന്ത് ചെയ്യുന്നത്? ഞാനിവിടെ ഫിനാൻസിലാണ്. കൊച്ചിക്കാരൻ തന്നെയാണോ? അല്ല, നാട് കോട്ടയാണ്. പക്ഷേ കൊച്ചിയിലെത്തിയിട്ട് ഒരു 10 കൊല്ലമായി. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയത്ത് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ ഞാൻ ഡിഗ്രി പഠിച്ചാണ്. ചങ്ങനാശ്ശേരി NSS കോളേജ്. ഞാൻ NSSലായിരുന്നു പ്ലസ് ടു. ആണല്ലേ? ഞാൻ പക്ഷേ നിങ്ങളെക്കാളൊക്കെ വളരെ ജൂനിയർ ആയിരിക്കും. അപ്പോൾ എത്ര കാലമായി വണ്ടി എടുത്തിട്ട്? ഇതിപ്പം 2016 എടുത്ത വണ്ടിയാണ്. ഇപ്പം 8 കൊല്ലമായി. 8 കൊല്ലമായി. നമ്മളോടൊപ്പം എടുത്താണ് അല്ലേ?
അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പലരും CVT-യിലേക്കാണ് പോയത്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മാനുവൽ മതിയെന്ന് തീരുമാനിച്ചത്? അല്ല, ആ സമയത്ത് ഈ ഒരു മോഡലിൽ ഒരു വേറൊരു വണ്ടി ഇല്ലായിരുന്നു. ഇപ്പോൾ വരുന്ന ആ ഒരു ഭംഗിയിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിൽ അന്ന് എനിക്ക് മാർക്കറ്റിലൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി ഇഷ്ടപ്പെടുന്നത്. പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കഴിഞ്ഞപ്പം വണ്ടിയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് മാറുന്നത്. ഓൾറെഡി നമുക്കൊരു ST-യിലേ ഉണ്ടായിരുന്നു സെന്നിൻ്റെ. അപ്പം മാരുതിയോടെ എനിക്ക് പണ്ട് തൊട്ടേ നമുക്ക് കംഫർട്ടബിൾ ആണ്. ഒരു ചെറിയ തട്ട് പറ്റിയാൽ പോലും നമുക്ക് എവിടെയും കൊണ്ട് മാറാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ മാരുതിയിലേക്ക് വരുന്നത്. ഓട്ടോമാറ്റിക് നോക്കാമായിരുന്നു എന്താ ആ കാലത്ത്? ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് സത്യത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു ത്രില്ല് കിട്ടത്തില്ല. കാരണം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലാണ് വണ്ടി അവിടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആക്സിലേറ്റർ ഓടുന്ന ആക്റ്റീവ് ഓടിക്കുന്ന പോലെ ഇരിക്കുന്നു. അങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ശരിയാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫീൽഡ് പോകണ്ട. ഞാനെപ്പോഴും ഈ ഓട്ടോമാറ്റിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന വലിയൊരു സമൂഹം വേറെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ത്രില്ല് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് തന്നെ ഓടിക്കണം എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ വാഹനത്തെ സംബന്ധിച്ച് 1.2 ലിറ്റർ എഞ്ചിനാണ്. അങ്ങനെ മാരകമായ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ടോ? അത് ത്രില്ല് സ്പീഡല്ലല്ലോ ത്രില്ല്. നമ്മളിപ്പോൾ പോകുന്നിടത്ത്, അതായത് ഇപ്പോൾ ഞാനൊരു റോഡിൽ കൂടെ പോവുകയാണ്, എനിക്ക് എൻ്റേതായ രീതിയിൽ ഒന്ന് ഇച്ചിരി സ്പീഡ് കൂട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് കാല് കൊടുക്കുക തേർഡ് ഗിയറിലൊന്ന് പറപ്പിക്കണമെങ്കിലോ ഒക്കെ ഇതേ പറ്റും. അല്ല മാനുവലിലാണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഇത് വരുന്നത്, വണ്ടിയുടെ രീതിക്കാണ് വണ്ടി പോകുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടൊന്നും അതിനകത്ത് കാണിക്കാനില്ല. ആക്ച്വലി നമ്മളൊരു സ്റ്റിയറിംഗും പിടിച്ച് വെറുതെ ഇരിക്കുവാണ്. അല്ലാതെ നമ്മളെ ഓട്ടോമാറ്റിക് ഓടിക്കുന്നതൊക്കെ കുറ്റം പറയാം കേട്ടോ. കുറ്റം പറയുന്നതല്ല, ഞാൻ പഠിച്ചത് പഴയ സെന്നിലാണ്. അപ്പം ആ ഒരു ഇഷ്ടം എനിക്കുണ്ട് ആ വണ്ടിയോട്, മാനുവൽ. കാരണം ഞാൻ ഓട്ടോമാറ്റിക് കാറുകൾ അധികം ഓടിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം ഓടിച്ചിട്ടുള്ളൂ. അത് അടുത്തിരുന്ന ആളുടെ തലയെ മുട്ടിയപ്പം പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. ബ്രേക്ക് ചെയ്തു അല്ലേ? അതെ അതെ. എന്നിട്ട് ഈ 8 വർഷം ഉപയോഗിച്ചിട്ട് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? വണ്ടിയെപ്പറ്റി പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എക്സ്ട്രാ വലിപ്പം അതൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ പല സമയത്തും കാൽക്കുലേഷൻസിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ഷേപ്പിലുള്ള വിഡ്ത്തിൽ, അതായത് നമ്മുടെ ഇത് ഡോറിൻ്റെ സൈഡ്, അത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിങ്ങിൻ്റെ ഫ്രണ്ട് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ സൈഡ് അപ്പം തട്ടാനുള്ള ചാൻസസ് കൂടുതൽ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പിന്നെ ഇത് രണ്ടുമാണ് എനിക്ക് വണ്ടിയിൽ മെയിനായിട്ടുണ്ടാവുക. കാരണം ആ ഡിസൈനിലുള്ള ഒരു ചെറിയൊരു പോരായ്മ ഒരു പ്രശ്നം തന്നെയാണ്. അതാണ് എനിക്ക് മെയിനായിട്ട്. ബാക്കിയുള്ള പെർഫോമൻസുകളുടെ കാര്യത്തിലോ വണ്ടി അങ്ങനെ വേറെ റോഡിലൊന്നും അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഈ 8 വർഷത്തിനിടയ്ക്ക് എവിടെയെങ്കിലും വണ്ടി നിന്ന് പോയിട്ടുണ്ടോ? വണ്ടി നിന്ന് പോയിട്ടുള്ളതായിട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസൈൻ്റെ പുറത്ത് പലപ്പോഴും ലെഫ്റ്റ് സൈഡ് തട്ടുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മാരുതി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വഴി കിടത്തില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും വഴി കിടത്താത്ത വണ്ടികളാണ് മാരുതിയുടെ. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞു, പുതിയ വണ്ടികൾ വരുന്നു. ബലേനോട് തന്നെ ഏറ്റവും പുതിയ മോഡൽ കുറേ കൂടി അപ്ഡേറ്റഡ് വന്നു. അപ്പോൾ അതിലേക്കൊന്നും കണ്ണെത്തിയിട്ടില്ലേ? വണ്ടി ആക്ച്വലി ഉണ്ടല്ലോ, നമ്മളൊരു വണ്ടി എടുത്ത് അതിനെ സ്നേഹിച്ച് കുറേ നാൾ അതിനെ ഉപയോഗിച്ചതിന് ശേഷം മാറിയിട്ട കാര്യമല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വണ്ടി, ആ വണ്ടി അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടൊരു കാര്യമില്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു വണ്ടി പുതിയ മേടിച്ച് വീട്ടിൽ കൊണ്ടിടാം, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ മാറും. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് ഇതിനോടൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ മാറാൻ തോന്നിയിട്ടില്ല. ഇതുവരെ മാറേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചപ്പോൾ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പം പുതിയ ബലേനോയിൽ തന്നെ ഇഷ്ടംപോലെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കണക്ടിവിറ്റി ഒക്കെ വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക്. അതൊക്കെ കണക്ടിവിറ്റി വന്നെങ്കിലും എനിക്കിപ്പോഴും വണ്ടിക്കകത്ത് മോണിറ്റർ വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല. നമ്മൾ ഫോണൊക്കെ അത്യാവശ്യം കണക്ട് ചെയ്ത് പാട്ട് കേട്ട് പോകാൻ. കാരണം മോണിറ്റർ വെച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും കണ്ണ് സൈഡിലോട്ട്, ആ ഒരൊറ്റ സെക്കൻഡ് മതി ഒരാൾ റൈറ്റിൽ നിന്ന് കയറാനോ ലെഫ്റ്റിൽ നിന്ന് കയറാൻ. അപകടം ഉണ്ടാകാനായിട്ട് അത് തന്നെ ധാരാളം. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ടെക്നോളജിയുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ബ്ലൂടൂത്ത് ആയാലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം വണ്ടിക്കകത്തുണ്ട്. സ്ക്രീനിന് മാത്രമേ ഉള്ളൊരു പ്രശ്നം വരുന്നത്, കണക്ടിവിറ്റി എല്ലാം ഓക്കെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ടെക്നോളജി സൈഡിൽ ക്യാമറയുടെ ഒരു ഫോൾട്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എടുക്കാഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നത്. റിവേഴ്സ് എടുക്കുമ്പോഴും സൈഡിൻ്റെ മറ്റേ 360 അല്ലേ. അപ്പോൾ ഇപ്പോൾ പുതിയ വണ്ടികളിൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? വണ്ടി ഇഷ്ടപ്പെടാതിരിക്കുക. കാരണം പുതിയ ടെക്നോളജിയാണ് ഏറ്റവും നല്ല നാടിന് തന്നെ ഗുണമുള്ള ഒരു കാര്യം. പൊല്യൂഷൻ എത്രമാത്രം കുറയുന്നുണ്ട്. അതുകൊണ്ട് ആ വണ്ടികൾ നിരത്തിൽ വരുന്നത് തന്നെയാണ് നല്ലത്. അതിലൊക്കെ അത് എടുക്കാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഭാവി ഇനി അടുത്തൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും. അത് പെർഫോമൻസിൻ്റെ മാത്രമല്ല, വണ്ടിക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. എൻ്റെ സാറിന് ഒരു വണ്ടിയുണ്ട്, അത് നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുള്ള നല്ല വണ്ടിയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനുവലൊന്നും ഓട്ടോമാറ്റിക്കുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കിൻ്റെതായിട്ട് ഈ കാലം മാറിയല്ലോ. ഇനിയിപ്പം നമ്മൾ അതിനനുസരിച്ച് മാറുക എന്നുള്ളത്. ഇനി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും എടുക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ എന്തായാലും എന്നെപ്പോലെ തന്നെ 8 വർഷത്തിന് ശേഷവും ബലേനയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. ഞാൻ ഇപ്പോൾ ഈ വാഹനം എൻ്റെ ബലേന ഞാനിപ്പം കുറച്ച് കാലമായിട്ട് കോട്ടയത്ത് വീട്ടിൽ നമ്മളിവിടെ പാർക്കിംഗ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കോട്ടയത്ത് വീട്ടിൽ പോകുമ്പോൾ അതെടുത്ത് ഓടിക്കാറുണ്ട്. ഇതെപ്പോൾ ഓടിക്കാണും? എത്ര ഓടിക്കാണും? ഇതിപ്പോൾ ഒരു ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ. എൻ്റെ അത് 8 വർഷം കൊണ്ട് 40,000 പോലും ആയിട്ടില്ല. കാരണം നമ്മൾ പല വണ്ടികൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്രയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മിൻ കണ്ടീഷനാണ്, ഒരു തരത്തിലൊരു കുറ്റവും പറയാനില്ല. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പം വണ്ടി കഴുകി സൂക്ഷിക്കാനായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് തരും. അത് റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൂപ്പൺ തരും. അത് റെഡീം ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയും വർഷത്തിൽ 4 പ്രാവശ്യം വണ്ടി ഫുൾ വാഷ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാം. അതിപ്പോൾ എവിടെ ഇപ്പം ബാംഗ്ലൂരാണ് ഓടിപ്പോകുന്നു, അവിടെ വെച്ചാണ് ആവശ്യം വരുന്നതെങ്കിലും അത് റെഡീം ചെയ്താൽ മതി. അവിടെ ഈ ആപ്പ് വെച്ച് നമുക്ക് ഏത് ഷോറൂമിൽ എവിടെയും റോഡ്മേറ്റുമായിട്ട് ടൈപ്പുള്ള ഇഷ്ടംപോലെയുള്ള സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടാവും, അവിടെ നമുക്ക് സർവീസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിജിറ്റലി അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്താണ് നമ്മളൊരു ഇലക്ട്രിക് വാഹനമായിട്ട് കാണും. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇനി പറയുന്നത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. കമൻറ്റ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് ഈ ആഴ്ച വന്ന പ്രോഗ്രാമുകളുടെ താഴെ വന്ന ഒരു കമൻറ്റിന് നമ്മൾ സമ്മാനം നൽകുന്ന പരിപാടിയാണ്. അതായത് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് എന്തും ആകാം കേട്ടോ. പോസിറ്റീവായ വിമർശനമാകാം, അല്ലെങ്കിൽ രസകരമായ കമൻ്റ് ആകാം. അത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഏറ്റവും മികച്ചത് പിക്ക് ചെയ്ത് അതിന് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ തരികയാണ്. റോഡ്മേറ്റ് എന്ന ആപ്പാണ് നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാനം തരുന്നത്. നിങ്ങൾക്ക് വാഹനമില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. വാഹന സംബന്ധിയായ സമ്മാനമൊന്നുമല്ല, അതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വിദേശത്തുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, രസകരമായ അല്ലെങ്കിൽ പോസിറ്റീവ് വിമർശനങ്ങളൊക്കെ ഉള്ള കമൻറ്റുകൾ ചെയ്യുക. അങ്ങനെ കമൻറ്റ് ഓഫ് ദ വീക്കിലെ സമ്മാനം നേടുക. അപ്പോൾ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.